തൃശൂർ ഇരിങ്ങാലക്കുടയിൽ വീടിന് തീപിടിച്ചു. കുടൽമാണിക്യം ക്ഷേത്രത്തിന് സമീപത്തുള്ള ജയന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. വീട്ടിൽ ആളില്ലാത്തതിനാൽ അപായം ഉണ്ടായില്ല. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ് എത്തി തീയണച്ചു. അഖിൽ തൃശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. അഖിൽ, ആളില്ലാത്തതുകൊണ്ട് വലിയ അപായത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വലിയ രീതിയിലുള്ള നഷ്ടം ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണ് എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്നേഹ പറഞ്ഞതുപോലെ തന്നെ വീട്ടിലെ ഉപകരണങ്ങളടക്കം പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ജയന്റെ കുടുംബാംഗങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ജയൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ജയൻ രാവിലെ ഈ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി വെച്ച ശേഷം അമ്പലത്തിലേക്ക് പോയ സമയത്താണ് അപകടം ഉണ്ടാകുന്നത്. ഈ കൊളുത്തി വെച്ച വിളക്കിൽ നിന്നുമാകാം തീ പടർന്നത് എന്നൊരു നിഗമനമാണ് ഫയർഫോഴ്സിനുള്ളത്. അതിൽ വിശദമായ പരിശോധന നടത്തി വരികയും ചെയ്യുകയാണ്. ഈ അയൽവാസികളാണ് ഇത്തരത്തിൽ ഈ ഒരു വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ടാണ് അയൽവാസികളാണ് ഈ കാര്യം ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്നാണ് അവർ ജയനെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ച് ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ഇത് തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. ഈ ഇരിങ്ങാലക്കുടയിലെ ഫയർ ഉദ്യോഗസ്ഥരുടെ സംയോജിതമായ ഇടപെടൽ തന്നെയാണ് വലിയൊരു ദുരന്തം കൂടി വീഴുന്നത്. കാരണം ഈ വീടിനകത്ത് ഗ്യാസ് സിലിണ്ടർ അടക്കമുണ്ടായിരുന്നു. ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കാതെ വളരെ ഉടൻ തന്നെ ആദ്യം ഇവർ ഈ ഗ്യാസ് സിലിണ്ടർ പുറത്തേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയോ ഉണ്ടാവുന്നത് വലിയൊരു ദുരന്തം തന്നെ ഒഴിവാക്കി എന്നുള്ളതാണ്. എന്തായാലും വീടിന് കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വീട്ടിലെ ഉപകരണങ്ങളടക്കം കത്തി നശിച്ചിട്ടുണ്ട്. ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മറ്റ് ആളപായങ്ങളിലേക്ക് പോവുകയും ചെയ്തിരുന്നില്ല. സ്നേഹം.